ഹായ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അമ്രുവിൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഈദിന് മൈലാഞ്ചി ഇടുന്നതാണ് ഗൈസ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈദിന് മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടുള്ള കാലം തൊട്ടേ അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യം, അതായത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞാനങ്ങനെ മൈലാഞ്ചിയൊന്നും ഇടാറില്ല, ഇടാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. പിന്നെ പാത്തു ആദ്യമായിട്ടായിരിക്കും മൈലാഞ്ചി ഈദിനായിട്ട് ഇടുന്നത്, അല്ലാതെ മിക്ക ദിവസങ്ങളിൽ ഇടുന്നുണ്ടാണ്. പിന്നെ ഇപ്പോൾ അമ്രു ആദ്യമായിട്ടാണ് കാണുന്നത് മൈലാഞ്ചി ഇടലെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നും മൈലാഞ്ചിയാണിതെന്നും അങ്ങനെയൊക്കെ ആദ്യമായിട്ട് അമ്രു കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മൈലാഞ്ചി ഇടുന്ന ഓരോ ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടും എടുക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. ഇതിൽ അവരെത്ര എങ്ങനെയാണ് വരയ്ക്കുന്നത് ഓരോ ഡിസൈൻസും അതെല്ലാം ക്ലിയർ ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് അവർ വരയ്ക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ മൊത്തത്തിൽ വീഡിയോ തീർന്നവരെ സംസാരിച്ച് പറയാനും അതിനു വേണ്ടിയൊന്നുമില്ല, എന്നാലും നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാൻ പറ്റാതെ ആവുന്ന സമയത്ത് ഞാൻ അങ്ങ് മ്യൂസിക് ഓണാക്കിക്കൊള്ളാം. പിന്നെന്താണ് ഗെയ്സ്, നിങ്ങളെല്ലാവരും ഈദെല്ലാം ആഘോഷിച്ചോ? നിങ്ങളുടെ ഈദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈദിന് പെരുന്നാൾ കോടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തോ? പിന്നെ ഈദിൻ്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ചായിട്ട് പറഞ്ഞു തരുന്നില്ല, കാര്യം അതിന് വേണ്ടിയിട്ട് വലിയ അറിവൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഗെയ്സ്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളും സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് യൂസ് ചെയ്താണ് ഈ മൈലാഞ്ചി ഇടുന്നത്. എന്തായാലും ലാസ്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. പിന്നെ വേറെന്താണ് ഗെയ്സ്, ഈ ഈദ് അമ്രൂസിൻ്റെ രണ്ടാമത്തെ ഈദാണ് ഗെയ്സ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പെരുന്നാൾ കൊടിയും അങ്ങനെ എല്ലാം എടുത്തു. പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലേക്ക് വന്നതാണ് ഗെയ്സ്, ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ ബാംഗ്ലൂർ ടു നാട്ടിലേക്ക് റോഡ് ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാൻ വേണ്ടി കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പിന്നെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം വലിയ മഴയൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈദ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മഴയുണ്ടായിരുന്നു, എന്നിട്ട് നല്ല ചൂടുണ്ട് ഗൈസ് ഇവിടെയൊക്കെ. ക്ലൈമറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാംഗ്ലൂരുമായിട്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതിനു മുമ്പ് ഞാൻ ലോങ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോയ്ക്ക്. രണ്ടാമത്തെ വീഡിയോയ്ക്ക് വലിയ സപ്പോർട്ട് ഇല്ലായിരുന്നു, എന്നാലും നിങ്ങളാരും എന്നെ മെയിൻ ചെയ്തില്ല. നിങ്ങൾക്ക് അത് വീഡിയോ കണ്ട് എന്നെ വ്യൂസ് കൂട്ടി 4000 അവേഴ്സ് തികയ്ക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നടക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാം. പിന്നെ വേറെ എന്താണ് ഗെയ്സ്, എനിക്കറിയാം ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ അവർ എന്നെ കളിയാക്കി പിന്നെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് സംസാരിച്ചെന്നുള്ള എക്സ്പീരിയൻസ് ഇല്ല ഗെയ്സ്, ഇത്ര എക്സ്പീരിയൻസേ ഉള്ളൂ. ഇത് കണ്ട് നിങ്ങൾ അത്യാവശ്യം തൃപ്തിപ്പെടേണ്ടതാണ് കേട്ടോ ഗെയ്സ്. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇട്ട് ഏകദേശം കൈപ്പത്തിക്ക് നിറയെ ആയിട്ടുണ്ട്. ഇനി ഓരോ ഫിംഗേഴ്സിലും ഓരോരോ ഡിസൈൻസ് കൊടുക്കുകയാണ്. എന്തായാലും ഇത് മൈലാഞ്ചി ഇടാൻ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു. അരമണിക്കൂറിന് ലാസ്റ്റ് ഇട്ട് വന്നപ്പോൾ അടിപൊളിയായിരുന്നു ഗൈസ്. നിങ്ങൾക്കും മൈലാഞ്ചി ഇടാനൊക്കെ ഇഷ്ടമല്ലേ? മൈലാഞ്ചിയുടെ പല ഡിസൈൻസും നമുക്ക് തന്നെ മൈലാഞ്ചിയുടെ സ്റ്റെൻസിലൊക്കെ കിട്ടും. അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കയ്യിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് മൈലാഞ്ചി ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റെൻസിൽസ് ഉണ്ടായിരുന്നു, ബട്ട് എവിടെയാണെന്ന് അറിയത്തില്ല, അത് കുറച്ച് മിസ്സിങ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഇടാനുള്ള സമയമൊന്നും ഇപ്പോൾ തന്നെ കിട്ടാറില്ല. ജോലി തിരക്കും കുഞ്ഞിനെ നോക്കലും വീട്ടു ജോലി അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മൈലാഞ്ചി ഇടാനൊന്നും. പക്ഷേ എനിക്കത് കാണുന്നതും മൈലാഞ്ചി ഇട്ട ആൾക്കാരുടെ കൈ കാണാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പല ഡിസൈൻസും ആദ്യം ഞാനൊരു കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്, മൈലാഞ്ചി വരച്ച് മൈലാഞ്ചി ഡിസൈൻ ചെയ്യാൻ വേണ്ടി കോഴ്സിന് പോയതാണ്. ഓരോ ഡിസൈൻസും ഓരോ കോഴ്സിന് പോയി പഠിച്ച് എടുത്തതായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതെല്ലാം മറന്നുപോയി. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു വലിയൊരു റെക്കോർഡ് ബുക്ക് തന്നെ ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ആ റെക്കോർഡ് ബുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. പിന്നെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു ദിവസമാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ കുടുംബത്തിലായാലും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്ന് വീട്ടുകാരുമായിട്ട് ചേർന്ന് ഒരു ബിരിയാണിയൊക്കെ വെച്ച് അതെല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഴിക്കുക, അന്ന് പുതിയ ഡ്രസ്സ് ഇടുക, ഇപ്പോഴത്തെ പിന്നെ ട്രെൻഡിങ് അനുസരിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കുക,
പിന്നെ എല്ലാവരുമായിട്ട് കുറേ നേരം സൊറ പറഞ്ഞിരിക്കുക, അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും സ്വന്തം വീടുകളിലേക്ക് പോവുക. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ പെരുന്നാൾ. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഒരുപാട് ഡിഷസ് പ്രത്യേകിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കും. അതിപ്പോൾ പലഹാരങ്ങളായാലും ശരി, പലതരത്തിലുള്ള ഇറച്ചികളായാലും ശരി. ഇറച്ചി എന്ന് പറയുമ്പോൾ മട്ടനും ചിക്കനും, ചിക്കൻ ഫ്രൈയും മട്ടൻ കറിയും, പിന്നെ ഉറട്ടി ഇറച്ചി, പിന്നെ എന്തൊക്കെയാണ് പറയുക, ബിരിയാണി, സലാഡ്, പിന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളതും. പിന്നെ ഒക്കുമെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് പുറത്ത് പോയി, ഇപ്പം ബീച്ചിലോ എവിടെയെങ്കിലും പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരിക. പക്ഷേ ഇപ്രാവശ്യം അമ്പ്രും കൂടി ഉള്ളതുകൊണ്ട് അതൊന്നും നടന്നില്ല, നമ്മൾ പുറത്തെങ്ങും പോയില്ല. പിന്നെ ഒരു കല്യാണം കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കല്യാണത്തിന് പോകേണ്ട തിരക്ക് കാരണം നമ്മളെങ്ങും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട്, പിന്നെ കല്യാണത്തിൻ്റെ തലേദിവസം പോയി. പിന്നെ പിറ്റേ ദിവസം കല്യാണമായിരുന്നു. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ പുറത്തെങ്ങും പോകാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. പിന്നെ വേറെന്താ പറയുക, അങ്ങനെ ഒരു പെരുന്നാളും കൂടി കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ പിന്നൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വാപ്പച്ചി മരിച്ചതിന് ശേഷം 2ാമത്തെ പെരുന്നാളാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നതെന്നാണ്. ഒരാളെ മിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. വാപ്പച്ചി ഇല്ലാത്ത 2ാമത്തെ പെരുന്നാളാണ് ഈ വലിയ പെരുന്നാളെന്ന് പറയുന്നത്. വാപ്പച്ചി ഉണ്ടെങ്കിലും വാപ്പച്ചി പോയി പള്ളിയിൽ നിന്ന് പോവുകയും പള്ളിയിൽ നിന്നുള്ള ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം, നമ്മൾ ഇങ്ങനെയൊരു ദിവസങ്ങളിൽ, വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ നമ്മൾ ഓർക്കത്തില്ലേ, അതുപോലെ നമ്മൾ അവരെ ഓർക്കാമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഗൈസ്? അതായത് നമ്മളെ ഒരുപാട് വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ ജീവിതത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുവരെ എന്നെ അത്രയ്ക്ക് സ്വാധീനിച്ചിട്ടുള്ള ആരും വിട്ടുപിരിഞ്ഞ് പോയിട്ടില്ല എന്നായിരുന്നു. പക്ഷേ എൻ്റെ വാപ്പച്ചിയായിരുന്നു എന്നെ ആദ്യമായിട്ട് എന്നെ വിട്ടുപിരിഞ്ഞ് പോയ എൻ്റെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അവർ വിട്ടുപിരിഞ്ഞു പോയത് ഇപ്പോൾ 2 വർഷമാകുന്നു. ബാക്കി ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ഒരു വില മനസ്സിലാകത്തുള്ളൂ.